എല്ലാവർക്കും നമസ്കാരം. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് JSK. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് JSKയുടെ പൂർണ്ണ രൂപം. ഏറെ നാളുകൾക്ക് ശേഷം അനുപമ പരമേശ്വരന്റെ മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയാണ് ചിത്രം. അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ ഡോൺ ആവാൻ സുരേഷ് ഗോപി JSKയിൽ എത്തുന്നു. വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നടന്നു വരികയാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് വക്കീൽ വേഷത്തിൽ സുരേഷ് ഗോപി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. സൂപ്പർ താരം മോഹൻലാലിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് പോസ്റ്റർ പുറത്തുവിട്ടത്. മാധവ് സുരേഷ്, അക്തർ അലി, ദിവ്യ പിള്ള, ശ്രുതി രാമചന്ദ്രൻ, ജോയ് മാത്യു, ബൈജു സന്തോഷ്, യദു കൃഷ്ണൻ, ജയൻ ചേർത്തല, രജൻ മേനോൻ, സ്റ്റാർ സെറ്റ്, ശോഭി തിലകൻ, ബാലാജി ശർമ്മ, ജയ് വിഷ്ണു, ജോസ് ചെങ്ങന്നൂർ, മേധ പല്ലവി, പ്രശാന്ത് മാധവ് എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. കോസ്മോസ് എന്റർടൈൻമെന്റും ഇഫ്താർ മീഡിയയും ചേർന്നാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇലക്ഷനിലെ വമ്പൻ വിജയത്തിന് ശേഷമാണ് സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇതിന്റെ പോസ്റ്റർ വന്നത്. ഇത് ആഘോഷമാക്കി സുരേഷ് ഗോപി ഫാൻസ്. കാരണം തൃശ്ശൂർ വൻ വിജയത്തോടെ മുന്നേറുന്ന സമയത്ത് ഒരു പോസ്റ്റർ കൂടി കാണുമ്പോൾ സിനിമയിലും തനിക്ക് താരപ്പകിട്ടിൽ ഒരു കുറവും വന്നിട്ടില്ലെന്ന് കാണിക്കുകയാണ് അദ്ദേഹം. ഇപ്പോൾ മമ്മൂക്കയുടെ സിനിമാ പ്രൊഡക്ഷൻ പുതിയ സിനിമയിലും നായകൻ സുരേഷ് ഗോപിയാണ്. അങ്ങനെ നിരവധി സിനിമകൾ വന്നുകൊണ്ടിരിക്കെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി സുരേഷ് ഗോപി ഫാൻസിന് മുമ്പിലേക്ക് വരികയാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആവാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. എന്തായാലും സുരേഷ് ഗോപിയുടെ നല്ല സമയം ആയിക്കഴിഞ്ഞു. ഇനി സിനിമയിൽ വമ്പൻ സിനിമകളുടെ മുൻപന്തിയിൽ സുരേഷ് ഗോപി നിൽക്കും. ഗോകുലം ഗോപാലന്റെ 70 കോടി ബഡ്ജറ്റുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രവും സുരേഷ് ഗോപിയുടേതായി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇനി കാത്തിരിക്കാം സുരേഷ് ഗോപിയുടെ അതിഗംഭീരമായ സിനിമകൾക്കായി. ബിഗ് എംസിനൊപ്പം സൂപ്പർ സ്റ്റാറായി സുരേഷ് ഗോപിയും നിറഞ്ഞു നിൽക്കുന്ന കാലം വീണ്ടും തുടരുന്നത് നമുക്ക് കാണാം. എന്താണ് സുരേഷ് ഗോപിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? കമൻ്റായി രേഖപ്പെടുത്തൂ.